നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ, സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണം, അതിന് ചെയർമാനാണ്. ബഹുമാൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഭർത്താവിൻ്റെ അമ്മയുടെ അനിയത്തിക്ക് വേണ്ടി സ്വന്തം കരൾ പകത്തു നൽകിയ അർച്ചന എന്ന 35-കാരി അണുബാധ മൂലം മരണമടഞ്ഞതിൽ അങ്ങേയറ്റം ദുഃഖം രേഖപ്പെടുത്തിയിട്ട് 1.5 വർഷമായി അനുയോജ്യമായ കരളിന് പറ്റി നടന്നിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഭർത്താവിൻ്റെ അമ്മയുടെ അനിയത്തിക്ക് വേണ്ടി ആ യുവതി അത്യാഗം സാധിച്ചത്. ആ യുവതിയുടെ ആത്മാവിന് നിത്യശാന്തി ചേർത്തുകൊണ്ടും ഉദയനിധി തമിഴ്നാട്ടിൽ ഉപമുഖ്യമന്ത്രി ചാർജ് എടുത്തിന് അനുമോദനം അർപ്പിച്ചുകൊണ്ടും നമ്മുടെ പരിപാടിയിൽ തുടങ്ങാം. ബഹുമാന്യരെ, ശ്രീമൂലധരം വിജയൻ സിനിമ നടനും എഴുത്തുകാരനൊക്കെയാണ്. അദ്ദേഹത്തിന് അനുജനുണ്ട്, ശ്രീമൂലധരം മോഹൻ. പിന്നെ രജിസ്ട്രേഷൻ ഇപ്പോൾ ജോലിയാണ്, ഇപ്പോൾ പെൻഷനായി കാണും. അദ്ദേഹം ചെറിയിലൊക്കെ എഴുതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ, അദ്ദേഹത്തിൻ്റെ നോവൽ സിനിമ ആക്കിയിട്ട് അഷ്ടബന്ധം. ഈ അഷ്ടബന്ധത്തിൽ പറയുന്നത് ഇങ്ങനെ ഒരു വിഗ്രഹം കട്ടുകൊണ്ടുപോകുന്നു, അതൊക്കെ പോലീസ് കണ്ടു ഏതോ കാട്ടിലേക്ക് എറിഞ്ഞ് പിറ്റേന്ന് ആരും അവിടെ അപ്പീടാൻ പോയപ്പോൾ കണ്ട്, അങ്ങനെ അത് തർക്കമുള്ള കഥയാണ്. ആ കഥയുടെ അല്ല പ്രസക്തിയുടെ. അവിടെ ന്യൂനപക്ഷ വർഗീയവാദികളും ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദികളും ഭൂരിപക്ഷ വർഗീയവാദികളും ബഹളുണ്ടാക്കിയപ്പോഴേ തൊട്ടടുത്തുള്ള തൊഴിലാളി യൂണിയനിലെ നേതാക്കൾ, തൊഴിലാളി യൂണിയനിലെ പ്രവർത്തകർ ഇറങ്ങി വന്നിട്ട് അവരെ പിടിച്ചു മാറ്റി രംഗമുണ്ട്. എന്താ അവർ പറഞ്ഞറിയോ? ഉരുക്ക് മുഷ്ടിയാണ് ഞങ്ങളുടെ, അധ്വാനിക്കുന്ന കൈയും കാലുമാണ്, ഞങ്ങളുടെ ശക്തി എതിർക്കാൻ ഒരു വർഗീയവാദിക്കും ഒരു തീവ്രവാദത്തിന് പറ്റില്ല എന്ന് അഭിമാനത്തോടെ കഥാപാത്രങ്ങൾ പറയിപ്പിക്കുന്ന ശ്രീമൂലധരം മോഹൻ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ കൂടി അഭിമാനപൂർവ്വം ആത്മാഭിമാനത്തോടെ നന്ദി രേഖപ്പെടുത്തിട്ടു. ഇത് പറയാൻ കാരണം അൻവർ, PV അൻവറിൻ്റെ ആദ്യത്തെ പൊതുസമ്മേളനം നിലമ്പൂർ ചന്തക്കവലിൽ നടക്കുകയാണ്. ഞാൻ ഈ പരിപാടികളുകൊണ്ട് അത് മാറ്റിവെച്ചത്. അവിടെ കൂടിയ ആയിരങ്ങൾ അത് അൻവറിനെ കാണാനോ അൻവറിൻ്റെ പ്രശ്നം കേൾക്കാനോ മാത്രമല്ല, അൻവർ ന്യൂനപക്ഷക്കാരായതുകൊണ്ടില്ല. പിന്നെ എന്താണ്, കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും, നമുക്ക് കേരളത്തിലെ കാര്യം പറയാം, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും ശക്തിയും കൊണ്ടാണ് മറ്റു പല ഘടകങ്ങളും അനുകൂലമായിട്ടുണ്ടായി. മിഷണറിമാരുണ്ടായി, മുസ്ലിം മൗലവിമാരുണ്ടായി, പിന്നെ SNDPയുടെ ഗുരുദേവൻ്റെ, അയ്യങ്കാളിൻ്റെ, അങ്ങനെ പലതുണ്ട്. എങ്കിൽ പ്രത്യേകിച്ച് അതിന് ശക്തി ഉണ്ടായത് ശക്തി ഉണ്ടായത് സഖാക്കളുടെ പ്രവർത്തനം തന്നെയാണ്. അങ്ങനെയുള്ള സഖാക്കളുടെ ശക്തിയെ കുറക്കാനും വർഗീയവാദികൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന കേരളത്തിലെ ഒരു പറ്റം CPMൻ്റെ നേതാക്കളുടെ കഴിവേട് കൊണ്ടാണ് ഈ പാവങ്ങളായ തൊഴിലാളികളും കർഷക തൊഴിലാളികളും മറ്റെല്ലാം ഈ സായം സന്ധ്യയിൽ നിലമ്പൂർ ചന്തമുക്കിൽ വന്ന് കൂടിയതും ഈ പ്രസംഗം കേൾക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, അൻവറിൻ്റെ മഹത്തല്ല അവിടെ. അൻവർ ന്യൂനപക്ഷക്കാരനെ മുസ്ലിം ആയതുകൊണ്ട് കൂടിയതുമല്ല. പിന്നെന്താണ്, കേരളം ഇതുപോലെ വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും കയ്യിൽ പെടാൻ പാടില്ലെന്ന് ബോധ്യമുള്ള സഖാക്കൾ അവൻ മുഷ്ടി ചുരുട്ടി അവൻ്റെ പ്രതിഷേധം, കഴിവുകെട്ട നേതാക്കളോടുള്ള പ്രതിഷേധം അവർ രേഖപ്പെടുത്താവുന്ന ഒരു മാർഗമായതുകൊണ്ടാണ് വന്നത്. ഒരു പാഠം പഠിക്കാം. ഹോട്ടൽ തൊഴിലാളി എടുക്കുമ്പോൾ മുതലാളിയോട് ദേഷ്യം വന്നാൽ മുതലാളി തല്ലാൻ പറ്റില്ലല്ലോ. അവനെന്ത് ചെയ്യും? വെളിച്ചെണ്ണ അടുപ്പിലൊഴിക്കും. അന്നൊക്കെ അടുപ്പാണ്, ഗ്യാസല്ല. അങ്ങനെ തോൽപ്പിക്കുമെന്ന പോലെ
ഈ കഴിവുകെട്ട നേതാക്കളെ, സഖാക്കളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ അവരുടെ കഴിവുകേടിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആത്മാർത്ഥയുടെ സഖാക്കൾ ഇത് നിലമ്പൂരിൽ കൂടിയിരിക്കുന്നത്. ഇത് നിലമ്പൂരിൽ മാത്രമല്ല, കേരളം ഒട്ടാകെ വരും. പിണറായി സഖാവിൻ്റെ ഒരു നോമിനിയാണ് പ്രകാശ് കാരാട്ട്. പ്രകാശ് കാരാട്ടിനാണ് തൽക്കാലം PB പോളിറ്റ് ബ്യൂറോയിൽ സെക്രട്ടറി ആയിട്ട് ഏതാണ്ട് ധാരണ എത്തിയിരിക്കുന്നത് അടുത്ത ഇത് വരുന്നവർ. അപ്പോൾ സഖാവിനെ ഒന്നും കൂടി ശക്തി കൂടി. പിണറായി സഖാവിനെ സംബന്ധിച്ച് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ പൊന്നോമന പുത്രനാണ്. അപ്പോൾ പ്രകാശ് കാരാട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അതുകൂടെ അദ്ദേഹം സ്വതവേ ധാർഷ്ട്യവും ധിക്കാരമുള്ള ആളാണ്, അഹങ്കാരമുള്ള ആളാണ്, അധികാരം കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കേവലം അധ്വാനിക്കാൻ അറിയാവുന്ന, മനുഷ്യത്വത്തിൻ്റെ വിലയറിയുന്ന ഒരുപറ്റം സഖാക്കൾ വിചാരിച്ചാൽ ഇത്രയും മായാപ്രപഞ്ചം, മായാജാലം നടക്കുന്ന പിണറായിയുടെ ഗ്യാങ്ങിനെ തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പില്ല. എങ്കിലൊരു ശ്രമമാണത്, അന്തിമ ശ്രമമാണ്, അവസാന ശ്രമമാണ്. എന്തിനാണ് അങ്ങനെ ശ്രമിക്കുന്നത്? മറ്റൊരു ത്രിപുരയാകാതിരിക്കാൻ വേണ്ടി, മറ്റൊരു പശ്ചിമ ബംഗാളാകാതിരിക്കാൻ വേണ്ടി. ത്രിപുരയിൽ BJP CPM ഓഫീസെല്ലാം BJP ആണ് കൈകാര്യം ചെയ്ത് അവർക്ക് വിട്ടുകൊടുത്തു. പശ്ചിമ ബംഗാളിൽ തദൈവ. അങ്ങനെ ഇനി ഒരു തുരുത്തുണ്ട് എന്ന് പറയുന്നത് കൊച്ചു കേരളമാണ്. കേരളത്തിൽ സംസ്കാരം വേറെയാണ്. ആ സംസ്കാരത്തെയാണ്, ആ വർഗീയ വിരുദ്ധ പ്രസ്ഥാനം നയിക്കുന്ന പാർട്ടിയാണ് പിണറായി സഖാവും മകൾക്കും മരുമകനാകാൻ പോകുന്ന ആൾക്ക് വേണ്ടിയൊക്കെ പിന്നെ മൗനം പാലിക്കുന്നത്. എന്താണ് അൻവർ പറഞ്ഞത്? ഇപ്പം സഖാക്കളും സഖാക്കളുടെ നേതാക്കളെല്ലാം പഴയ പല്ലവി ആവർത്തിക്കുകയാണ്. എന്നറിയോ, അവർക്കെതിരെ ഒരാൾ വന്നാൽ അവൻ നശിപ്പിച്ചടങ്ങുള്ളൂ. ഇവിടെ അൻവർ നശിപ്പിക്കാണ്ട് ഇപ്പോൾ നോക്കുന്നത്. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ അൻവർ പറഞ്ഞ വിഷയം എന്ത്, അതിന് പരിഹാരം ഉണ്ടോ, അത് സത്യമുണ്ടോ, അത് നോക്കാനല്ല താല്പര്യയുടെ. അൻവറിനെ എതിർക്കുക. അൻവർ ഒരു വ്യക്തിയാണ്, 99 MLA ഒരു MLA ആണ്. LDFിൻ്റെ സപ്പോർട്ട് ജയിച്ചു മാത്രമേ ഉള്ളൂ. പക്ഷെ സത്യം എന്താണ്? ഈ അൻവർ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ആ ADGPയെ ചില സഖാക്കൾ പറഞ്ഞിട്ട് അത് IPS ആണ്, കേന്ദ്രത്തിൻ്റെ ആളാണ്, അവർ നടപടി എടുക്കാൻ പാടില്ല. നടപടി എടുക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? സഖാക്കളെ, നേതാക്കളെ എന്താ പറഞ്ഞത്? അൻവറില്ല, മലയാളികളുടെ സഖാക്കളെല്ലാം പറഞ്ഞതാണ്, കേരള ജനത പറഞ്ഞതാണ്. അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് മാറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല, അന്വേഷണം നടക്കട്ടെ, അന്വേഷണം ഫലം അറിഞ്ഞ് തീരുമാനിച്ചാൽ സസ്പെൻഡ് ചെയ്യലേക്ക്. സസ്പെൻഡ് ചെയ്യാൻ ആദ്യം ആരും പറഞ്ഞില്ല. ഇപ്പം പറയുന്നത് സസ്പെൻഡ് ചെയ്യണമെന്നാണ്. സസ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ കേരള ജനത ഒരുമിച്ച് പറയുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സഖാവ് രാജിവെച്ചേ തീരുവ. അതിലേക്ക് വല്ല ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രി രാജിവെക്കാൻ അൻവർ പറഞ്ഞില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയിൽ നിന്ന് മാറ്റവും പറഞ്ഞില്ല. പക്ഷേ നിൽക്കക്കള്ളിയില്ലാതെ ആഭ്യന്തര വകുപ്പ് ഒഴിയണം. ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രി ആ പദവിയിൽ ഒഴിയണമെന്നാണ്. ഈ ചർച്ച നടക്കുന്ന എല്ലാത്തിനും അടിക്കൂടി വരുന്ന ആയിരക്കണക്കിന് കമൻറ്റുകളാണ് വരുന്നത്. അതേ കാരണം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്താണ് ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ, രാഷ്ട്രീയ അവസ്ഥ. രാഷ്ട്രീയമായി തീരുമാനം എടുക്കേണ്ടത് രാഷ്ട്രീയമായി എടുക്കണം. ഭരണ ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഭരണ ലെവലിൽ എടുക്കണം. ഇത് രാഷ്ട്രീയമായ തീരുമാനം എന്താണ്? സംഘപരിവാറിനെ എതിർത്ത്, RSSനെ എതിർത്ത്, BJP എതിർത്ത് ആണ് കേരളത്തിൽ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നത്. അങ്ങനെ വന്ന ഒരു മുഖ്യമന്ത്രി, അങ്ങനെ ഒരു ആദർശം പറയുന്ന, രാഷ്ട്രീയം പറയുന്ന ഒരു മുഖ്യമന്ത്രി സംഘപരിവാർ നേതാക്കളെ രഹസ്യമായിട്ട് കണ്ടെങ്കിൽ അത് ഉചിതമല്ല. RSSൻ്റെ ആർക്ക് കാണാം, അത് നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ ഒരു ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ രഹസ്യമായിട്ട് കണ്ട് ശരിയല്ല എന്നാണ് ജനങ്ങളിൽ നല്ല ശതമാനത്തെ അഭിപ്രായം.
അപ്പം എന്താ ചെയ്യേണ്ടത്? അങ്ങനെയെങ്കിൽ തൽക്കാലം അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി ഇരുത്തുക, കുടിയിരുത്തുക, പ്രതിഷ്ഠിക്കുക. അത് ചെയ്യാവുന്ന കാര്യമില്ലുള്ളൂ. അതുപോലും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെയാണ് CPIM-ന്റെ ഒരു വിഭാഗം നേതാക്കളെയും മുഖ്യമന്ത്രിയുടെയൊക്കെ ആത്മാർത്ഥയെ സഖാക്കൾ ചോദ്യം ചെയ്യുന്നത്. പബ്ലിക്കല്ല, പബ്ലിക്കുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രതിപക്ഷം ഉണ്ടല്ലോ, സഖാക്കൾ ചോദിച്ചത്. സഖാക്കൾ മാത്രമല്ല, ആ മുന്നണിയിലെ ഘടകകക്ഷികൾ ചോദിക്കുന്നത്. എന്നിട്ടും പിണറായി സഖാവിന് മനസ്സിലാകുന്നില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം CPM എന്നുള്ള ഇടതുപക്ഷ മുന്നണിയൊക്കെ കേരളത്തിൽ പോകട്ടെ, സംഘപരിവാർ അധികാരത്തിൽ കയറ്റേ എന്നുള്ള ലക്ഷ്യമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ? കാരണം ഈ ആൾക്കാരെല്ലാം സഖാവിനെ എത്ര കണ്ട് പോറ്റി പറഞ്ഞാണ്. ഇവൻ ഞാൻ പോലും പിണറായി സഖാവിൻ്റെ ധീരതയും കഴിവിനെയൊക്കെ തൻ്റെ അടുത്തൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം ആത്മാഭിമാനത്തോടെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ സഖാവുള്ള വ്യക്തിപരാക്കിയോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവോ അല്ല. ഇനിയും അവസരമുണ്ട്, അങ്ങൊന്നും മനസ്സ് വച്ചാൽ ഇനിയും അവസരമുണ്ട്. ഈ അൻവറിനെയൊക്കെ കഴുക്കൽ തൊടാതെ പുറത്താക്കാം. പക്ഷേ സഖാവ് പിണറായിയും പിണറായിയുടെ ആ കൂട്ടാളികളും നേതാക്കളും പബ്ലിക്കിൻ്റെ വികാരത്തെ മാനിച്ച് ഒന്ന് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ നല്ലതാണ്. അതില്ലെങ്കിൽ അപകടത്തിലേക്ക് പോകണം. ആ അപകടത്തിലേക്ക് പോകുമ്പോൾ ആ അപകടം വരുന്ന കേരളത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതെന്താണ്? വർഗീയമായി. ഇന്നിപ്പോൾ അൻവറുടെ പ്രസംഗത്തിൽ പറഞ്ഞൊരു പോയിന്റ്, അൻവർ മാത്രമല്ല, ഞങ്ങൾക്ക് എത്ര നാളെ ഇപ്പോൾ എന്താ, ഇന്നിപ്പോൾ ഒരു സംഭവം കണ്ടാൽ, ഒരു ഉണ്ടായാൽ ഉടനെ നോക്കുന്നത് അതാരാണ്, A or B, മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യൻ എന്നുള്ള ഇക്കാര്യത്തിൽ അങ്ങനെ ആ ഒരു അകൽച്ച ഇവിടെ ഇല്ല, അടുപ്പമില്ല. അതൊരു എല്ലാം പെൻഡിൽ നിൽക്കണം. അതവർ ബുദ്ധിയോടും കളിക്കുന്നുണ്ട്. അതാണ് അങ്ങനെ പെൻഡിലാക്കിയത്. അത് വേറെ കാര്യം. അതാണോ ശരി? എന്താണ് കാര്യം? വസ്തുത എന്താണ്? ഇപ്പം ഇന്ന് പറയുന്നതുണ്ടെങ്കിലേ സോമനാഥ ക്ഷേത്രത്തിനടുത്ത് നമ്മളിതൊന്നും പറയണ്ട, അങ്ങനെ ഒരു തീവ്രവാദത്തിൽ കടക്കണ്ട, തീവ്രവാദമായിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചില്ല. പക്ഷേ എങ്ങനെ പറയാതിരിക്കും? സോമനാഥ ക്ഷേത്രത്തിനടുത്ത് 15 ഹെക്ടർ ഭൂമി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40 ഏക്കർ സ്ഥലം. അതിൽ ദർഗയുണ്ട്, ഒരു പള്ളിയുണ്ട്, ഒരു ശവകുടീരമുണ്ട്, അല്ലെങ്കിൽ മക്ബറുണ്ട്. അത് ഉൾപ്പെടെയുള്ള സ്ഥലം 58 ഹെക്ടർ. 58 ഹെക്ടർ ആകുമ്പോൾ 5×10 6×10 150 ഏക്കർ. ആ ഭൂമി 2000-ഓളം പോലീസിന്റെ സഹായത്തോടെ കയ്യേറി നശിപ്പിക്കാം. എതിർക്കാൻ 135 പേരെ കള്ളക്കേസിൽപ്പെടുത്തി കേസെടുത്തിക്കുക. ഗുജറാത്തിൽ സോമനാഥ് അറിയാലോ, പേരുകെട്ട അമ്പലമല്ലേ. എന്താണ്, അമ്പലത്തിന് അടുത്താണ് നോക്കിയിട്ട്. എന്താണ് പിണറായി സഖാവേ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ പെട്ടുപോയില്ലോ ഈ ഇതിൻ്റെ കൂടെ? എന്ത് നീതിയാണ് ഇത്? മാത്രമല്ല, പല സ്ഥലത്തും ഞാൻ അന്നും എന്തും പറയുന്നതാണ്. ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഒന്ന് ആര്യ സംസ്കാരം, ഒന്ന് ദ്രാവിഡ സംസ്കാരമാണ്. ഈ ദ്രാവിഡ സംസ്കാരമായാലും ആര്യ സംസ്കാരമായാലും അവർ പറയുന്നത് 2 മുറിയുള്ള ഒരു കുടിലിൽ പോലും ഒരു മുറി അതിഥികൾക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഥികളല്ലേ? ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ആതിഥേയരല്ലേ? അതിൻ്റെ ഭൂരിപക്ഷ സമുദായമാണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ ആ ന്യൂനപക്ഷ സമുദായം അതിഥികളെ സഹായിക്കേണ്ട, സംരക്ഷിക്കേണ്ട ബാധ്യതയില്ലേ? ആ ബാധ്യതയുള്ള ഭൂരിപക്ഷ സമുദായം ഭരിക്കുന്ന ഇന്ത്യയിലാണ് 20% ന്യൂനപക്ഷങ്ങളിലെ ആരാധനാലയങ്ങൾ ഒരു രീതിയിൽ മറ്റു രീതിയിൽ കൈയടക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും കൈയടിക്കരുത്. ഇതിങ്ങനെ തുടർന്നു പോകും. അതിന് മറ്റൊരു വഖഫ് ബോർഡ്, വഖഫ് ചെയ്തതിൻ്റെയൊക്കെ അതിൻ്റെ വഖഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥതലങ്ങൾ എന്താണെന്ന് ഈ കോപനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ എത്തി? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് നമ്മുടെ മുഖ്യമന്ത്രി എത്തിയതെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റേ BJP മുഖ്യമന്ത്രിയൊക്കെ മനസ്സിലാക്കാം. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, തീയിൽ ജനിച്ചെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇത്രയും അതമ്പതിച്ച അല്ലെങ്കിൽ ഇത്രയും നിസ്സഹായനായി പോയില്ലെന്ന് നടക്കും. മിണ്ടാൻ പറ്റാതെ, പ്രതികരിക്കാൻ പറ്റാതെ. ഇപ്പോൾ ആകെ എന്താ വെച്ചാൽ അൻവറിനെ അങ്ങോട്ട് ഒതുക്കുക.
അൻവറിനെ ഒതുക്കിക്കുവാൻ നമുക്ക് പ്രശ്നമില്ല. അൻവർ നമ്മളൊന്നും ദൈവമൊന്നുമില്ല. പക്ഷേ അൻവറിനെ ഒതുക്കിയാലും അൻവർ പറഞ്ഞ അല്ലെങ്കിൽ അൻവറിനെ പോലെയുള്ള ഞങ്ങളെപ്പോഴും പറഞ്ഞ ആ ആ അഭിപ്രായങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങൾ, ആ വ്യക്തമായ കാര്യങ്ങൾ, ഉദാഹരണ സഹിതം പറഞ്ഞ കാര്യങ്ങൾ അവിടെ അവശേഷിക്കും. അത് നിങ്ങൾ എന്ത് സമ്മാനം ചെയ്യും? അതിനെന്ത്? അതുകൊണ്ട് സഖാക്കളെ, കേരളത്തിലെ LDF ഭരണകൂടമേ, നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ യാഥാർത്ഥ്യമായി വസ്തുനിഷ്ഠമായി പഠിക്കണമില്ല, മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റൊരു പശ്ചിമബംഗാളും മറ്റു ത്രിപുരയായി അധംപതിക്കുമെന്നും ആ സ്ഥാനത്ത് ഇവിടെ വരുന്നത് വർഗീയവാദികൾ, ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വർഗീയവാദികളാവും എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അതിൽ നിന്ന് അങ്ങ് ഒഴിവാകണം. ഇതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം വളരെ ദീർഘമായ വിഷയങ്ങൾ ഉണ്ടാകാവുന്ന ഒരു നടപടി തീരുമാനമെടുത്തു. അതെന്താണ്? ദയാവധമാണ്. ആ ദയാവധം എന്നാൽ ഒരിക്കലും ചികിത്സിച്ചാൽ മാറില്ല എന്ന് വിചാരിക്കുന്ന ഒരു രോഗിയെ, ഒരു മരുന്നും അദ്ദേഹത്തിന് അസുഖം മാറ്റാൻ പറ്റില്ലെന്ന് പൂർണ്ണ ബോധ്യം വന്ന ഒരു രോഗിയെ അദ്ദേഹത്തിൻ്റെ ദയാവധം എന്ന് വെച്ചാൽ മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ പണ്ടും പറഞ്ഞതാണ്. ബലാത്സംഗത്തിന് വധശിക്ഷ ഒരു പരിഹാരമല്ലെന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ ദയാവധം ആവശ്യമാണ്. അപ്പോൾ പലരും പറയുന്നത് അങ്ങനെ ദയാവധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയല്ലേ, കേരള അല്ലേ, കൈക്കൂലി കൊടുത്തും വക്കീൽ ഡോക്ടർമാരുടെ കയ്യിലെടുത്തുകൊണ്ട് പ്രായ കിടക്കുന്ന അച്ഛനെ അമ്മമാരെയൊക്കെ കൊല്ലാൻ നല്ല സാധ്യത ഉണ്ടാക്കുന്നതാണ്. ഒരു പരിധിവരെ ശരിയായിരിക്കാം. അതെന്താ ശരിയായാൽ ഇഷ്ടദാനം കൊടുക്കുന്നു മക്കൾക്ക്, എൻ്റെ കാലശേഷമേ ഉപയോഗിക്കാവൂ എന്ന് എഴുതി കൊടുക്കുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? അവസാനം കാലം മുഴുവൻ തീരോളം ജീവിക്കാൻ പറ്റാതെ മക്കൾ ഒരു രീതിയിൽ മറ്റു രീതിയിൽ കൊല്ലുന്നു കളയുന്നു. അതുപോലെ ഒരു സംഭവം ഇവിടെ സംഭവിക്കാം. പക്ഷെ അതൊക്കെ റെയർ കേസുകൾ. എല്ലാവരും അങ്ങനെ ചെയ്യും. കാരണം ഒരു പല ഒരു ക്ലോസിന് ഒരു ജില്ലാ കമ്മിറ്റി, ആ ജില്ലാ കമ്മിറ്റിയിൽ 6-7 പേരുള്ള വിദഗ്ധന്മാരടങ്ങിയ സംഘടന, ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചൊക്കെ ചെയ്യാനുള്ള ഓടിയെത്തിയ വിഷം കൊത്ത് കൊല്ലാന്നല്ല. അപ്പോൾ ദയാവധം അതിന് സപ്പോർട്ട് ചെയ്യാമെന്ന് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനമെടുത്ത് ഒരു ബില്ല് വരുന്നുണ്ട്. ആ ബില്ലിനെ ഒരു പരിധി വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. അത് കാണുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്കറിയാം, 2030 ആകുമ്പോഴേക്കും, 2030 6 വർഷമല്ലേ ഉള്ളൂ, ഇന്ത്യയിൽ ഏതാണ്ട് 30% പേര് ക്യാൻസർ കൊണ്ട് മരിക്കുമെന്ന്. 2050 ആകുമ്പോഴേക്കും അത് 50% എത്തും. കാരണം നിങ്ങൾ നോക്കുന്നപ്പോൾ ആര് മരിച്ചാലും ക്യാൻസർ രോഗമാണ്. ഒരു രീതിയിൽ മറ്റു രീതിയിൽ. ഇപ്പോൾ പൊന്നമ്മ സൂപ്രണ്ട് മരിച്ചു, അതും ക്യാൻസർ. ഉമ്മൻചാണ്ടി സാറ് മരിച്ചു, അതും ക്യാൻസർ. ആരാണ് ക്യാൻസർ രോഗമില്ലാതെ മരിക്കുന്നത്? വളരെ കുറച്ചേ ഉള്ളൂ. അവും പേര് അറ്റാക്ക് പോലും വരുന്നുണ്ട്. അതിനേക്കാൾക്ക് മാരകമാണ് ഈ ക്യാൻസർ രോഗത്തിലുള്ള അപകടം. വെച്ചാൽ നമ്മൾ 10, 20, 30, 50 ലക്ഷം മുടക്കി ചികിത്സയും ചെയ്യും, ആൾ ജീവനും പോകും. അപ്പോൾ ഞാനൊക്കെ എൻ്റെ പിള്ളേരോട് പറഞ്ഞെന്ന് പറയുമോ, മരിക്കുമെന്നുള്ള രോഗമാണെങ്കിൽ ദയവ് ചെയ്ത് മറ്റേ കാണികൾ ഇല്ലാത്ത മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ കിടന്ന് ശ്വാസം കഴിച്ച് മരിക്കാനുള്ള, എല്ലാവരും കണ്ട് മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് എൻ്റെ മക്കൾ നേരത്തെ പറഞ്ഞിരിക്കുക. കാരണം മരണം, ജയലളിതയെ പോലെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ആളല്ല ഞാൻ. മൊയ്തീൻ ഷാ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് വറീഡാകുന്നില്ല, ഭയപ്പെടുന്നില്ല. ഭയപ്പെട്ടൊരു കാര്യമില്ലല്ലോ. മരിക്കാതിരിക്കുന്ന ഒറ്റ വഴിയുള്ളൂ, അത് ജനിക്കാതിരിക്കണം. അപ്പോൾ ജനിച്ചു പോയാലൊക്കെ മരണം ഉറപ്പായതുകൊണ്ട് ഭയപ്പെട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് മക്കളോട് പറഞ്ഞതിൽ 10, 20, 30 ലക്ഷം കൊടുത്ത് ഇപ്പം തന്നെ 75 വയസ്സ് കഴിഞ്ഞു. ഇനി അവിടെ കൊണ്ട് ഈ 10, 30 ലക്ഷം മുടക്കി ഇനി ഒരു 6 മാസം അല്ലെങ്കിൽ 5, ഒരു കൊല്ലോ ജീവിച്ചിട്ടും ഒരു നേട്ടമില്ല. അത് മാത്രമല്ല, മക്കൾക്ക് വരും തലമുറക്ക് ജീവിക്കേണ്ട പൈസ ഇങ്ങനെ കളയാണ്. എനിക്കറിയാം പല സുഹൃത്തുക്കളും 10, 20 ലക്ഷം കളഞ്ഞിട്ട് അവസാനം ആ രോഗിയും മരിച്ചു, കഷ്ടപ്പെട്ട് മരിച്ചു, മക്കളും തെണ്ണി കിടക്കേണ്ട ഗതികേടായി. കാരണം കാശ് പോയി 10, 30 ലക്ഷം പോയി പറ്റുമോ? അങ്ങനെ വേണ്ടാത്തതുകൊണ്ട് അതുപോലെ ജീവിക്കുന്ന നടക്കില്ല എന്നുണ്ടെങ്കിൽ
പിന്നെ നമ്മൾ ദയാവധമാണ്, അതിൽ തെറ്റുമില്ല. പക്ഷെ അതിൽ അപാകത ഇല്ലാതെ നോക്കേണ്ട ബാധ്യത ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങൾ. പിന്നെ CPM മലപ്പുറം സെക്രട്ടറിയെക്കുറിച്ച് മോഹൻദാസിനെക്കുറിച്ച് അൻവർ പറഞ്ഞു അദ്ദേഹം RSS ആണ്, വർഗീയവാദിയാണ്. മോഹൻദാസ് പറഞ്ഞു പിന്നെ ഇദ്ദേഹമൊക്കെ ചൂടാപ്പിയാണ് അല്ലെങ്കിൽ തീവ്രവാദിയാണെന്നൊക്കെ. ഏതാ ശരി ഏതാ തെറ്റെന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് സഖാവിനോടോ അല്ലെങ്കിൽ LDF നേതാക്കളോടും പറയുന്നത്, ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കേണ്ട ബാധ്യത ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ, കേരളത്തെ ഭരിക്കുന്ന മുന്നണി എന്ന നിലയിൽ മുന്നണി നേതാക്കൾക്കും പിന്നെ മുഖ്യമന്ത്രിക്കും തദ്വാര ആഭ്യന്തരമന്ത്രിക്കുണ്ട്. അത് നിങ്ങൾ നിഷ്പക്ഷമായി ചെയ്യുന്നേ. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇനി എന്താണ് ഭയപ്പെടാനുള്ളത് സഖാവേ? 70-79 വയസ്സ് 80 വയസ്സ് വെച്ചായിരുന്നു തന്നെ. ഇനി എത്ര ദിവസങ്ങളുണ്ട്? മാസമല്ല, ഇത്ര ദിവസമുണ്ട്. നമ്മൾ അതൊക്കെ താങ്കളുടെ കഴിവുണ്ടോ? ഇന്ന് നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത്? എനിക്ക് എന്നെ ഞാനിതിൽ അനുഭവം, എനിക്ക് ദൈവത്തിൽ നല്ല ജനങ്ങളില്ല, വേറെ ആരും ഭയമില്ല. കാരണം 75 വയസ്സ് ഞാൻ ഇനി ആരും ഭയപ്പെടാനാ? കൂടി വന്ന് ജീവൻ പോകും, ഇതല്ലേ ഉള്ളൂ. അതുപോലെയാണ്. എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ശാപം കിട്ടില്ലേ? അത് വലിയ മോശമല്ലേ ജനങ്ങളുടെ ശാപം? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മതവും ഇല്ല ജാതിയില്ല അതൊക്കെ പറയെങ്കിലും ഈ ദൈവം എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നിർത്താം എന്നല്ല. നമ്മുടെ റെയിൽവേ ഇന്ന് ഈ ഏതാണ്ട് വർഷം മുമ്പ് വരെയും ഏകജാലകമായിരുന്നു. എന്നുവെച്ചാൽ ഒരു കൺട്രോളിൻ്റെ കീഴിലായിരുന്നു, ഒരു ശക്തി കീഴിലായിരുന്നു നിയന്ത്രിച്ചത്. എന്നിട്ട് എത്രയോ അപകടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ നമ്മൾ പല പല ദൈവങ്ങളാണ്, പല പല ഗ്യാങ് ആണെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? അവിടെ ദൈവം ഒന്നേ ഉള്ളൂ, അത് ഏക ദൈവമാണ്. അത് എല്ലാവർക്കും ഉള്ളതാണ്, മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും മാത്രമല്ല. ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന ശക്തി ദൈവം എന്നുള്ളൊരു അമാനുഷിക ശക്തിയുണ്ട്. അത് ദൈവമായാലും പടച്ചവനായാലും ആരാണെങ്കിലും. അതുകൊണ്ട് അത് കമ്മ്യൂണിസ്റ്റ് സംബന്ധിച്ച് അത് അങ്ങനെ ചിന്തിക്കുന്നില്ല. അവർ ഇതില്ല, പരസ്യമായിട്ടില്ല, പരസ്യമായിട്ടുള്ളൂ. രഹസ്യമായിട്ടൊക്കെ അമ്പലത്തിൽ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ ശാപം കിട്ടാതെ ചെയ്യേ. ജനങ്ങൾ വലിയ തിക്കലിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് അതങ്ങനെ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നത്, ഇപ്പോൾ ലെബനോണിൽ ഇസ്രായേൽ ക്ലസ്റ്റർ ബോംബും ഒക്കെ ഇട്ടുന്ന ഒക്കെ പറയുന്നത്. 2 ടൺ ഭാരമുള്ള ബോംബ് കെട്ടങ്ങൾ നശിപ്പിച്ച് ഹിസ്ബുള്ളയെ നേതാവ് ഹസൻ നസ്രുള്ളയെ കൊന്നതൊക്കെ. ഈ കൊല കൊണ്ട് എന്ത് നേടുന്നു? എൻ്റെ അത് കണ്ട് സന്തോഷിക്കുന്ന ചില കോമകളുണ്ടല്ലോ. ഞങ്ങൾക്ക് ആരെ കൊല്ലുന്നു നമുക്കിഷ്ടമല്ല. അതല്ല, എന്ത് ഈ കൊല്ലല്ലാതെ നിങ്ങൾക്ക് ഒരു ഉറുമ്പിനെ പോയി ജീവിക്കാൻ പറ്റുമോ? പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് കൊലയും നിർത്തി നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് 1000 നന്ദി. ജയ് ഹിന്ദ്.